വെൽക്കം ടു ഓൾ ടു ANT Law World. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാർദ്ധക്യം ഇന്ന് സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിനും ബഹുമാനത്തിനും ഊന്നൽ നൽകുന്ന പരമ്പരാഗത മൂല്യങ്ങളും നിയമങ്ങളും ആർഷഭാരത പൈതൃകമാണ്. എന്നാൽ അണുകുടുംബങ്ങളുടെ ആവിർഭാവത്തോടെ കൂട്ടുകുടുംബങ്ങൾക്കുണ്ടായ തകർച്ചയും അപ്രത്യക്ഷമാകലും ഈ മൂല്യവ്യവസ്ഥിതിയിൽ ഉലച്ചിലുണ്ടാക്കി എന്നതിൽ സംശയമില്ല. നിരവധി വയോജനങ്ങൾ ഇന്നും ആരും സംരക്ഷിക്കുവാനില്ലാതെ ശാരീരികവും വൈകാരികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ മൂലം അവരുടെ ജീവിത സായാഹ്നത്തിൽ കടുത്ത ഏകാന്തതയിലും ദുരിതത്തിലുമാണ്. ഈ സാമൂഹ്യ പ്രശ്നം പരിഹരിക്കുവാനും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശവും ക്ഷേമവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഉറപ്പുവരുത്തുവാനുമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമം 2007, The Maintenance and Welfare of Parents and Senior Citizens Act 2007. ക്രിമിനൽ നടപടി നിയമപ്രകാരം മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും മക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കുമെങ്കിലും അതിലും കുറഞ്ഞ സമയദൈർഘ്യത്തിലും സാമ്പത്തിക ചിലവിലും നടപ്പാക്കാവുന്ന വ്യവസ്ഥകളാണ് ഈ നിയമത്തിലുള്ളത്. സ്വന്തമായി വരുമാനമോ സാമ്പത്തികമോ ഇല്ലാത്തതും 60 വയസ്സിന് മുകളിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയുമൊക്കെ ആയ മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും 60 വയസ്സിന് മുതിർന്നവരല്ലെങ്കിൽ പോലും ആവശ്യമായ പരിരക്ഷയും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകുവാനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും അതിലേക്കായി ജില്ലകൾ തോറും വൃദ്ധജന സദനങ്ങൾ സ്ഥാപിക്കുവാനുമാണ് ഈ നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള ബാധ്യത അനന്തരാവകാശികൾ എന്ന നിലയിൽ അവരുടെ മക്കൾക്കാണ് ഉള്ളത്. മാതാപിതാക്കൾ എന്ന നിർവചനത്തിൽ രണ്ടാനച്ഛനും രണ്ടാനമ്മയും അല്ലെങ്കിൽ ദത്തെടുത്തിട്ടുള്ള മാതാപിതാക്കളും ഉൾപ്പെടുന്നുണ്ട്. സന്താനങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ബാധ്യത അവരുടെ സ്വത്തിൻ്റെ അനന്തരാവകാശിയായ ബന്ധുവിൻ്റേതാണ്. അനന്തരാവകാശികളായ മക്കളും ബന്ധുക്കളും ഒന്നിലധികമാകുമ്പോൾ ബാധ്യത തുല്യമായിരിക്കും. സാധാരണ ജീവിത ചെലവ് പോലും മക്കളോ ബന്ധുക്കളോ നൽകുന്നില്ലെങ്കിൽ മുതിർന്നവർക്കോ മാതാപിതാക്കൾക്കോ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ജീവനാംശത്തിനായി പരാതി നൽകാം. നേരിട്ട് പരാതി നൽകുവാൻ അവർക്ക് കഴിയില്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സംഘടനയ്ക്കോ മെയിൻ്റനൻസ് ഓഫീസർക്കോ അവർക്ക് വേണ്ടി ട്രൈബ്യൂണലിൽ പരാതി നൽകാവുന്നതാണ്. ട്രൈബ്യൂണലിന് സ്വമേധയായും നടപടിയെടുക്കാവുന്ന അധികാരമുണ്ട്. പരാതി ലഭിച്ചാൽ മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ട്രൈബ്യൂണൽ നോട്ടീസ് നൽകുകയും അവരുടെ ഭാഗം വിശദീകരിക്കുവാൻ അവസരം നൽകുകയും ചെയ്യും. ഈ നടപടികൾക്കിടയിൽ തന്നെ ഒരു ഇടക്കാല ജീവനാംശം നൽകുവാൻ ട്രൈബ്യൂണലിന് മക്കളോടോ ബന്ധുക്കളോടോ ആവശ്യപ്പെടാവുന്നതാണ്. ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ആർക്കെതിരെയാണോ അവർ താമസിക്കുന്നതോ അല്ലെങ്കിൽ അവസാനം താമസിച്ചിരുന്നതോ ആയ ജില്ലകളിലുള്ള മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലാണ് സമർപ്പിക്കേണ്ടത്. ഈ പരാതി പ്രകാരം ബന്ധപ്പെട്ടവരോട് ഹാജരാകുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന ട്രൈബ്യൂണലിന് ഈ കാര്യത്തിൽ ക്രിമിനൽ നിയമപ്രകാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനുള്ള എല്ലാ അധികാരവുമുണ്ട്. ജീവനാംശം നൽകേണ്ട മക്കളോ ബന്ധുക്കളോ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം വഴി നിർദ്ദേശിക്കുന്ന അതോറിറ്റി വഴി സമൻസ് അയക്കാവുന്നതാണ്. സമൻസ് ലഭിക്കുന്ന മക്കളോ ബന്ധുക്കളോ ട്രൈബ്യൂണലിൽ മനഃപൂർവ്വം ഹാജരാകാതിരുന്നാൽ അവരെ കൂടാതെ ട്രൈബ്യൂണലിന് വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കാം. സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ സംരക്ഷിക്കുന്നതിന് മക്കളോ ബന്ധുക്കളോ വിസമ്മതം പ്രകടിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നുവെന്ന് വ്യക്തമായാൽ ട്രൈബ്യൂണൽ തന്നെ അയാളുടെ സംരക്ഷണത്തിലേക്കായി 10,000 രൂപയിൽ കൂടാത്ത ഒരു തുക നിശ്ചയിക്കുകയും അത് മാസം തോറും നൽകുവാൻ ഉത്തരവിടുന്നതുമാണ്. ഇങ്ങനെയുള്ള ഉത്തരവ് വസ്തുതാപരമായ തെറ്റുമൂലമോ
തെറ്റിദ്ധരിക്കപ്പെട്ടത് മൂലമോ ആണെന്ന് തെളിഞ്ഞാൽ ഇതിൽ മാറ്റം വരുത്തുവാനും ട്രൈബ്യൂണലിന് അധികാരമുണ്ടായിരിക്കും. മക്കളോ ബന്ധുക്കളോ മതിയായ കാരണങ്ങളില്ലാതെ ട്രൈബ്യൂണൽ ഉത്തരവിന് എതിരായി ജീവനാംശം കൊടുത്തില്ലെങ്കിൽ ട്രൈബ്യൂണൽ വാറണ്ട് പുറപ്പെടുവിക്കുകയും ഉത്തരവ് ലംഘനത്തിനും തുകയും കുടിശ്ശികയുമുള്ള മാസങ്ങളിലെ ജീവനാംശവും നടപടിക്രമങ്ങളുടെ ചിലവും ഈടാക്കും. മുഴുവൻ പണവും ഈടാക്കാനില്ലെങ്കിൽ ആ പണം അടയ്ക്കുന്നത് വരെയോ അല്ലെങ്കിൽ 1 മാസം വരെയോ തടവ് ശിക്ഷയും വിധിക്കാവുന്നതാണ്. എന്നാൽ ജീവനാംശത്തുക മുടക്കം വരുത്തി 3 മാസത്തിനുള്ളിൽ കുടിശ്ശിക ഈടാക്കുന്നതിനുള്ള പരാതി ട്രൈബ്യൂണലിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിൽ 60 ദിവസങ്ങൾക്കുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പീൽ നൽകാവുന്നതാണ്. എന്നാൽ ഈ കാലയളവിലും ജീവനാംശം നൽകേണ്ടതാണ്. ട്രൈബ്യൂണലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോ പരാതിക്കാരെ പ്രതിനിധീകരിക്കുവാൻ അഭിഭാഷകർക്ക് അവകാശമില്ല. നിയമത്തിൻ്റെ 18-ാം വകുപ്പ് പ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജില്ലാ സോഷ്യൽ വെൽഫെയർ ഓഫീസറോ അതിന് തുല്യ പദവിയിലുള്ള ഒരാളോ പരാതിക്കാരൻ്റെ താൽപ്പര്യപ്രകാരം മാത്രം പരാതിക്കാരനെ പ്രതിനിധീകരിച്ച് ട്രൈബ്യൂണലിലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോ ഹാജരാകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ജീവനാംശത്തിനും ക്ഷേമത്തിനുമായുള്ള നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.